പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. മുസ്ലിം സംവരണ വിഷയത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്പോര്. കോൺഗ്രസ് ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ജെ.പി. നദ്ദയും കിരൺ റിജിജുവും ആരോപിച്ചു. ഭരണഘടനയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. നിർമ്മാണ കരാറുകളിൽ 4% സംവരണം ഏർപ്പെടുത്താനുള്ള കർണാടക നിയമസഭയിലെ ഭേദഗതിയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പരാമർശവും ഉന്നയിച്ച് ഭരണപക്ഷമാണ് പാർലമെന്റിൽ പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. 4% സംവരണം മുസ്ലിം വിഭാഗത്തിനാണ് ഏർപ്പെടുത്തുന്നതെന്നും ഭരണഘടനയെ തകർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും രാജ്യസഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. Congress party will provide reservation to Muslim community, and for that they will change the constitution of India. Reservation for what? Extremely serious. It is a matter which we cannot tolerate, and this is assault on the constitution of India. കിരൺ റിജിജുവിന് പിന്നാലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കാര്യത്തിൽ മറുപടി പറയണമെന്ന ആവശ്യം ജെ.പി. നദ്ദയും ഉന്നയിച്ചു. साउथ में कांग्रेस की सरकार में रिजर्वेशन कॉन्ट्रैक्ट में 4% का रिजर्वेशन का पारित किया जाता है. कॉन्ट्रैक्ट में ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് എൻ.ഡി.എ സർക്കാരാണെന്ന ആരോപണം മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചതോടെ ഭരണ പ്രതിപക്ഷ വാക്പോര് മുറുകി. जो डॉक्टर बाबा साहब अम्बेडकर ने बनाया वो कोई बना नहीं सकता. रिजर्वेशन की कोई खत्म नहीं कर सकता. പ്രതിപക്ഷ ബഹളം ശക്തമായതോടെ രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. രാജ്യസഭയ്ക്ക് പിന്നാലെ ലോക്സഭയിലും കിരൺ റിജിജു സമാനമായ വിഷയം ഉയർത്തിയതോടെ ബഹളം ശക്തമാവുകയും ലോക്സഭയും 2 മണിവരെ പിരിയുകയായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.